നമസ്കാരം, എല്ലാവർക്കും ബയോസ്റ്റിന്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. +2 ബയോളജിയിലെ ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ് എന്ന ചാപ്റ്ററിലെ റെസ്ട്രിക്ഷൻ എൻസൈം എന്ന ടോപ്പിക്കാണ് റിവിഷൻ ചെയ്യുന്നത്. ഈ ടോപ്പിക്കിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. 1 മാർക്കിനും 2 മാർക്കിനും 3 മാർക്ക് ക്വസ്റ്റ്യനായിട്ടൊക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ടോപ്പിക്കായിരിക്കും, എങ്കിലും അതൊന്ന് റിവൈസ് ചെയ്യാം. അധികം പരിചയമില്ലാത്ത ചില ഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് വർക്ക് ചെയ്യുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ കമ്മിങ് എക്സാമിനേഷൻ. ക്ലാസ്സിലേക്ക് പോകും. വാട്ട് ഈസ് റെസ്ട്രിക്ഷൻ എൻസൈം ഓർ മോളിക്കുലർ സിസ്റ്റംസ്? ഇറ്റ് ഈസ് അതർവൈസ് കാൾഡ് മോളിക്കുലർ സിസ്റ്റം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു റെസ്ട്രിക്ഷൻ എൻസൈം? DNA നമ്മൾ ഉദ്ദേശിക്കുന്ന ലൊക്കേഷനിൽ വെച്ച് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന എൻസൈമുകളെയാണ് റെസ്ട്രിക്ഷൻ എൻസൈം എന്ന് പറയുന്നത്. അവയെ പൊതുവെ മോളിക്കുലർ സിസ്റ്റേഴ്സ് എന്ന പേരിലും അറിയപ്പെടുന്നു. എൻസൈം വിച്ച് യൂസ്ഡ് ടു കട്ട് ദ DNA at specific location. എല്ലാവർക്കും അറിയാവുന്ന ഭാഗം തന്നെയാണ്. റെസ്ട്രിക്ഷൻ എൻസൈംസ് ബിലോങ് എ ലാർജർ ക്ലാസ് ഓഫ് എൻസൈം കാൾഡ് ന്യൂക്ലിയസ്. ഈ റെസ്ട്രിക്ഷൻ എൻസൈം വരുന്നത് IUBയുടെ ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് ബയോകെമിസ്ട്രിയുടെ എൻസൈമിന്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിൽ ഒരു ലാർജ് ക്ലാസ് ആയ ന്യൂക്ലിയസസ് എന്ന ഗ്രൂപ്പിലാണ് ഇത് വരുന്നത്. ഇപ്പൊ ന്യൂക്ലിയസസ് എന്ന് പറഞ്ഞ എൻസൈമിന്റെ ഗ്രൂപ്പിലാണ് ഈ റെസ്ട്രിക്ഷൻ എൻസൈം വരുന്നത്. അത് 2 തരത്തിലാണ് ഉള്ളത്. ദീസ് ആർ ഓഫ് 2 kinds സച്ച് ആസ് എൻഡോന്യൂക്ലിയസസ് ആൻഡ് എക്സോന്യൂക്ലിയസസ്. ഇത് 2 തരത്തിലാണ് ന്യൂക്ലിയസസ് ഉള്ളത്, എൻഡോന്യൂക്ലിയസസും എക്സോന്യൂക്ലിയസും. ഇത് പരീക്ഷയ്ക്ക് എപ്പോഴും തിരിഞ്ഞു പോകുന്ന കുട്ടികൾക്ക് ഈ എക്സോയും എൻഡോയും തമ്മിൽ തിരിഞ്ഞു പോകും. എക്സോ മീൻസ് ഔട്ട്സൈഡ് എന്ന് ഓർത്തിരിക്കുക, പുറം ഭാഗം. എൻഡോ മീൻസ് ഇൻസൈഡ്, ഉൾഭാഗം എന്ന് ഓർത്തിരിക്കുക. അത് മറ്റേതെങ്കിലും കോഡ് വെച്ച് ഓർത്തിരിക്കുക. ഇനി ആ ചിത്രം ഒന്ന് ശ്രദ്ധിക്കുക. ഒരു DNA ചിത്രം കൊടുത്തിട്ടുണ്ട്. ആ DNA അറ്റം എൻഡ് ഭാഗം കട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ DNA ഇടയ്ക്കുള്ള ഭാഗം കട്ട് ചെയ്യുന്നു. ഒരു DNA എൻഡ് പോർഷൻ അറ്റം കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന എൻസൈമുകളെ ന്യൂക്ലിയസസിനെയാണ് എക്സോ ന്യൂക്ലിയസസ് എന്ന് പറയുന്നത്. എന്നാൽ DNA സ്പെസിഫിക് ലൊക്കേഷൻ വിത്തിൻ ദ DNAക്ക് അകത്ത് തന്നെ വേറെ ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള റീജിയൻ കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എൻസൈമുകളെയാണ് എൻഡോന്യൂക്ലിയസസ് എന്ന് പറയുന്നത്. എക്സോ ന്യൂക്ലിയസസ് റിമൂവ് ന്യൂക്ലിയോടൈഡ്സ് ഫ്രം ദ എൻഡ്സ് ഓഫ് ദ DNA. ഓർക്കുക, DNA എൻഡ് ഭാഗത്ത് നിന്നും ന്യൂക്ലിയോടൈഡ്സിനെ റിമൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ DNA കട്ട് ചെയ്യുന്ന ആ എൻസൈമുകളെയാണ് എക്സോ ന്യൂക്ലിയസസ് എന്ന് പറയുന്നത്. എൻഡോന്യൂക്ലിയസസ് മേ കട്ട് അറ്റ് സ്പെസിഫിക് ലൊക്കേഷൻ വിത്തിൻ ദ DNA. എന്നാൽ എൻഡോന്യൂക്ലിയസ് DNAയുടെ സ്പെസിഫിക് ലൊക്കേഷൻ, ആ DNAക്ക് അകത്തുള്ള ഏതെങ്കിലും ഭാഗമായിരിക്കും കട്ട് ചെയ്യുന്നത്. അറ്റമായിരിക്കില്ല. ഇൻ ബിറ്റ്വീൻ DNAയുടെ ഏതെങ്കിലും ലെങ്തിനകത്തുള്ള ഭാഗം കട്ട് ചെയ്യുന്നതിന് എൻഡോന്യൂക്ലിയസസ് എന്ന് പറയും. ആ ചിത്രം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഇനി ഈ റെസ്ട്രിക്ഷൻ എൻസൈം എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്? അതിന്റെ ആക്ഷൻ ഓഫ് ക്ലീവേജ് എങ്ങനെയാണ്? Each restriction endonuclease recognizes a specific palindromic nucleotide sequences in the DNA. These specific base sequences are collectively called as recognition sequence. ഇപ്പോൾ ഒരു DNAയുടെ ഏതെങ്കിലും ഒരു ഭാഗമായിരിക്കും റെസ്ട്രിക്ഷൻസ് കട്ട് ചെയ്യാൻ പോകുന്നത്. ആ കട്ട് ചെയ്യുന്ന ഭാഗത്തെ സീക്വൻസ് ഉണ്ടാകും. അതായത് അതൊരു പാലിൻഡ്രോമിക് സീക്വൻസ് ആയിരിക്കും. എന്താണ് പാലിൻഡ്രോമിക് സീക്വൻസ് എന്ന് ആദ്യം പറഞ്ഞ് തലോട്ട് വരാം. Palindromic sequences are groups of base pairs that form the same when read both forward and backward direction. ഫോർ എക്സാമ്പിൾ, നമ്മുടെ മലയാളം അത് ഇംഗ്ലീഷിൽ ഒന്ന് എഴുതി വെക്കുക. MALAYALAM എന്ന് എഴുതുന്നത് അത് തിരിച്ച് വായിച്ചാലും മലയാളം തന്നെ വായിക്കും, അല്ലേ? അങ്ങനെ ഫോർവേഡ് ബാക്ക്വേഡ് ഡയറക്ഷനിൽ എഴുതി കഴിഞ്ഞാൽ സെയിം ആയിട്ട് വായിക്കുന്ന വാക്കുകളെയാണ് പാലിൻഡ്രോമിക് വേർഡ്സ് എന്ന് പറയുന്നത്. അതുപോലുള്ള സീക്വൻസുകളെയാണ് പാലിൻഡ്രോമിക് സീക്വൻസ് എന്ന് പറയുന്നത്. DNA പാലിൻഡ്രോമിക് സീക്വൻസുകളുണ്ട്. ഫോർവേഡ് ബാക്ക്വേഡ് ഡയറക്ഷനിൽ വായിച്ചാൽ ഒരുപോലെ തോന്നുന്ന അല്ലെങ്കിൽ ഒരുപോലെ ഇരിക്കുന്ന സീക്വൻസുകളുണ്ട്. അത്തരം സീക്വൻസുകളെയാണ് പാലിൻഡ്രോമിക് സീക്വൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ GAATTC. അത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിന്റെ 2 സ്റ്റാൻഡിന്റെ സീക്വൻസ് ഒരുമിച്ച് എഴുതുക. അപ്പൊ ജിയുടെ അടിയിൽ C വരും, എയുടെ അടിയിൽ T വരും, ടിയുടെ അടിയിൽ A വരും. ആ രീതിയിൽ എഴുതുക. അപ്പോൾ GAATTC എന്ന് എഴുതിയിരിക്കുന്ന വായിച്ചു നോക്കി. അതിന്റെ മറു ഡയറക്ഷൻ വായിച്ചു നോക്കുക. ഒരു 3-5- എൻഡിൽ GAATTC എന്നാണെങ്കിൽ അടുത്ത 5-3- ഡയറക്ഷനിൽ വായിക്കുമ്പോഴും GAATTC എന്നാണ്. ആ 2 ഡയറക്ഷനിൽ വായിക്കുമ്പോഴും ഒരുപോലെ അല്ലേ? അല്ലാതെ നിങ്ങൾ ഒറ്റ ലെറ്റർ മാത്രം എടുക്കരുത്. GAATTC എന്ന് എഴുതിയിട്ട് അത് തിരിച്ചു വായിച്ചാൽ CTTAAG എന്നേ വായിക്കുള്ളൂ. അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. DNAയുടെ 2 സ്റ്റാൻഡ്, ഒരു സ്റ്റാൻഡിൽ GAATTC എന്നാണെങ്കിൽ അതിന്റെ മറു സ്റ്റാൻഡ് വായിക്കുമ്പോഴും എങ്ങനെ തന്നെ വരണം? GAATTC. ഇത്തരം ബേസ് പെയർസ് ജിയും സിയും ആണ് ഒരു ബേസ് പെയർ, എയും ടിയും ആണ് അടുത്ത ബേസ് പെയർ, ടിയും എയും ആണ് അടുത്ത ബേസ് പെയർ. അങ്ങനെ ഇവിടെ ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ
6 ബേസ് പേഴ്സ് ഉണ്ട്. ഈ 6 ബേസ് പേഴ്സ് എഴുതി കഴിഞ്ഞാൽ ആ 2 ഡയറക്ഷൻ വായിച്ചാലും ഒരുപോലെ ഇരിക്കും. അതുകൊണ്ടാണ് ഇവയെ പാൽഡ്രോമിക് സീക്വൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള പാൽഡ്രോമിക് സീക്വൻസുകളായിരിക്കും റെസ്ട്രിക്ഷൻ എൻസൈം ആദ്യം ഐഡന്റിഫൈ ചെയ്യുന്നത്. അങ്ങനെയുള്ള ഈ സീക്വൻസുകളെ അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ എൻസൈം ഐഡന്റിഫൈ ചെയ്യുന്ന സീക്വൻസുകൾക്ക് ഒരു പേരുണ്ട്, റെക്കഗ്നീഷൻ സീക്വൻസസ് എന്ന് പറയും. ഏത് സ്പെസിഫിക് സീക്വൻസിലാണോ റെസ്ട്രിക്ഷൻ എൻസൈം കട്ട് ചെയ്യാൻ പോകുന്നത് ആ സീക്വൻസുകളെ റെക്കഗ്നീഷൻ സീക്വൻസ് എന്ന് പറയും. അതിന്റെ പ്രത്യേകത അവ പാൽഡ്രോമിക് സീക്വൻസ് ആയിരിക്കും കൂടുതൽ. ഇനി സ്റ്റൈൽ ഓഫ് ക്ലീവേജ്, അത് എങ്ങനെ കട്ട് ചെയ്യുന്നു, ഏത് രീതിയിൽ കട്ട് ചെയ്യുന്നു, ആ ചിത്രം ഒന്ന് നോക്കാം. ആദ്യം 2 DNA എടുക്കുകയാണ്, ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യണം. ആദ്യം കൊടുത്തിരിക്കുന്നത് വെക്ടർ DNA, വെക്ടർ പ്ലാസ്മിന്റെ DNA, അടുത്തത് ഫോറിൻ DNA. ഈ 2 DNA കൊടുത്തിരിക്കുന്ന സീക്വൻസ് GAATTC എന്ന സീക്വൻസ് ആണ്. ഈ സീക്വൻസുകളെ കട്ട് ചെയ്യുന്ന ഒരു എൻസൈമിനെ കണ്ടെത്തിയിട്ടുണ്ട്, റെക്കോ ആർ ഫസ്റ്റ് എന്നാണ് അതിന്റെ പേര്. ആ എൻസൈം ഉപയോഗിച്ചാണ് ഇതിനെ കട്ട് ചെയ്യുന്നത്. എങ്ങനെ കട്ട് ചെയ്ത് നോക്കാം. അവിടെ കട്ട് ചെയ്യുന്ന എൻഡുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. രണ്ടാം ചിത്രം നോക്കൂ, ഒരു എൽ ഷേപ്പിൽ കട്ടിങ് ആണ്. അതായത് നമ്മുടെ എന്റെ വിരലിന്റെ അറ്റഭാഗം കണ്ടിട്ടില്ലേ, ഇത് ഇതുപോലെ ഇങ്ങനെ എൽ ഷേപ്പിലിരിക്കും. മറു സൈഡും അതുപോലെയാണ് അല്ലേ, എൽ ഷേപ്പ് അല്ലേ. ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ കറക്റ്റ് DNA പോലെ തോന്നുകയും ചെയ്യും അല്ലേ. അതേപോലെ ഒരു എൽ ഷേപ്പിൽ പ്രൊട്രൂഡ് ചെയ്തിന് ഒരു ഭാഗം ഇങ്ങനെ തള്ളി നിൽക്കുന്നതാണ്, ഒരു ഭാഗം തള്ളി നിൽക്കുന്നതാണ്. ആ ചിത്രം നോക്കൂ. അതേപോലെ തള്ളി നിൽക്കുന്ന രീതിയിലുള്ള എൻഡുകളെ സ്റ്റിക്കി എൻഡ്സ് എന്നാണ് പറയുന്നത്. ഇത് എങ്ങനെ ഉണ്ടാവും നോക്കാം. Restriction enzyme cut the strand of DNA a little away from the center of the palindromic sites, but between the same 2 bases on opposite strand. ഇപ്പോൾ ഇവിടെ ബേസ് പെയർ 6 ഉണ്ട്. ഈ 6 സെന്ററിൽ നിന്നും കുറച്ച് അകലെയായിട്ട്, ആ സീക്വൻസിൽ അകലെയായിട്ട്, എന്നാൽ 2 സ്ട്രാൻഡ് ഇടയിൽ തന്നെ ഓരോ സ്ട്രാൻഡ് വീതം കട്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ ആദ്യത്തെ സ്ട്രാൻഡിൽ ജിക്കും എക്കും ഇടയിലാണ് കട്ടിങ് ഉണ്ടാകുന്നതെങ്കിൽ അതിന്റെ മറു സൈഡ് ഓപ്പോസിറ്റും അതേ സ്ഥലം തന്നെ ജിക്കും എക്കും ഇടയ്ക്ക് തന്നെ കട്ടിങ് ഉണ്ടാവും. അങ്ങനെ കട്ട് ചെയ്യുമ്പോഴാണ് ഒരു എൽ ഷേപ്പ് പ്രൊട്രൂഡ് ചെയ്യുന്നത്, തള്ളി നിൽക്കുന്നത്. അതേപോലെ മറ്റേ DNA കണ്ടോ, അവിടെയും ജിയും എക്കും ഇടയ്ക്കാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് സ്ട്രാൻഡിലും ജിക്കും എക്കും ഇടയ്ക്ക് തന്നെയാണ് കട്ടിങ് ഉണ്ടാവുന്നത്. ഒരു 2 സ്ട്രാൻഡിന്റെയും ഒരേ സ്ഥലങ്ങളിൽ കട്ട് ചെയ്യും. പക്ഷെ ഒരു സ്ട്രാൻഡിൽ ഒരു സമയം ഒരു കട്ടിങ് ഉണ്ടാക്കുന്നുള്ളൂ. അത് 2 സ്ട്രാൻഡ് ഒരുമിച്ചല്ല കട്ട് ചെയ്യുന്നത്. ഒരു സൈഡിൽ ഒരു കട്ടിങ് ഉണ്ടാകുമ്പോൾ അതിന്റെ ആൾട്ടർനേറ്റ് കട്ട് അതിന്റെ ഓപ്പോസിറ്റ് സ്ട്രാൻഡിലും ഉണ്ടാവും. അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഒരു എൽ ഷേപ്ഡ് പ്രൊട്രൂഡ് ഉണ്ടാവും. അതായത് എൽ ഷേപ്പിലുള്ള തള്ളി നിൽക്കുന്ന മുഴച്ച ഭാഗം ഉണ്ടാവും. ആ എൻഡുകളെ സ്റ്റിക്കി എൻഡ്സ് എന്ന് പറയും. ഇങ്ങനെ സ്റ്റിക്കി എൻഡിൽ കട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഈ സ്റ്റൈൽ ഓഫ് ക്ലീവേജിനെ സ്റ്റിക്കി എൻഡ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ദിസ് ലീവ്സ് എ സിംഗിൾ സ്റ്റാൻഡേർഡ് പോർഷൻ അറ്റ് ദ എൻഡ്. ദീസ് ആർ ഓവർ ഹാങ്ങിങ് സ്ട്രെച്ചസ് ആർ കാൾഡ് സ്റ്റിക്കി എൻഡ്സ് ഓൺ ഈച്ച് സൈഡ്. അപ്പൊ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഒരു സ്റ്റാൻഡ് മാത്രമായിട്ട് പുറത്തോട്ട് തള്ളി നിൽക്കും. അങ്ങനെ ഓവർ ഹാങ്ങിങ് ചെയ്യുന്ന ആ സ്ട്രെച്ചസുകളെയാണ് സ്റ്റിക്കി എൻഡ്സ് എന്ന് പറയുന്നത്. These are named so because they form hydrogen bonds with their complementary cut counterparts. എന്തുകൊണ്ട് ഇങ്ങനെ സ്റ്റിക്കി എന്ന് പറയാൻ കാര്യം, അടുത്ത സ്റ്റിക്കി എൻഡ് ഫോറിൻ ജീനും വെക്ടർ ജീനും തമ്മിൽ ഇതേപോലെ എൽ ഷേപ്പിൽ കട്ടിങ് ഉണ്ടാവില്ല. അവ തമ്മിൽ ചേരുമ്പോൾ അവർക്കിടയിൽ ആ 2 സ്റ്റിക്കി എൻഡ്സിന്റെ ഇടയിൽ ഹൈഡ്രജൻ ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അവയെ സ്റ്റിക്കി എൻഡ്സ് എന്ന് പറയുന്നത്. ദിസ് സ്റ്റിക്കിനെസ് ഓഫ് ദ എൻഡ്സ് ഫെസിലിറ്റേറ്റ് ദ ആക്ഷൻ ഓഫ് ദ എൻസൈം DNA linkage. ആ ഒരു സ്റ്റിക്കി എൻഡ്സിന്റെ ഫലമായിട്ടാണ്, അവ ഉള്ളത് കൊണ്ടാണ് DNA ലിഗേസിന് ഈസി ആയിട്ട് ഹൈഡ്രജൻ ബോണ്ട് സഹായത്താൽ പേസ്റ്റ് ചെയ്യാൻ പറ്റുന്നു, ഒട്ടിച്ചേർക്കാൻ പറ്റുന്നു. അപ്പൊ ആക്ഷൻ ഓഫ് ക്ലീവേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്റ്റൈൽ ഓഫ് ക്ലീവേജ് എന്ന് പറയുന്നത് സ്റ്റിക്കി എൻഡ് സ്റ്റൈൽ ആയിരിക്കും. ഓർക്കുക, അതിന് സഹായിക്കുന്ന സീക്വൻസ് ഒരെണ്ണം പഠിച്ചിരിക്കുക, GAATTC. അത് കട്ട് ചെയ്യുന്ന എൻസൈമിന്റെ പേര് മറക്കരുത്. GAATTC എന്ന സീക്വൻസ് ആണ് കട്ട് ചെയ്യുന്നതെങ്കിൽ ആ എൻസൈമിന്റെ പേര് എക്കോ ആർ ഫസ്റ്റ് ആയിരിക്കും, മറക്കരുത്. അപ്പൊ ഈ എൻസൈം ഒക്കെ എങ്ങനെ പേര് കൊടുക്കുക. ഇപ്പൊ എക്കോ ആർ ഫസ്റ്റ് ഞാൻ പറഞ്ഞു, അത് എഴുതുമ്പോൾ എക്കോ R1 എന്ന രീതിയിലൊക്കെ എഴുതും അല്ലെ. അത് എങ്ങനെയാണ് ആ പേര് കൊടുത്ത് നോക്കാം. നോമൻക്ലേച്ചർ ഓഫ് റെസ്ട്രിക്ഷൻ എൻസൈം സ്ഥിരം ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. ഈ എൻസൈമിന്റെ ആദ്യ ലെറ്റർ നോക്കാം. ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് ദ നെയിം കംസ് ഫ്രം ദ ജീനസ്. അതായത് ഏത് ബാക്ടീരിയയുടെ ബോഡിയിൽ നിന്നാണ് ഈ എൻസൈം എടുക്കുന്നത്. റെസ്ട്രിക്ഷൻ എൻസൈം എല്ലാം തന്നെ ഏതെങ്കിലും ഒരു ബാക്ടീരിയയുടെ ബോഡിയിൽ നിന്നായിരിക്കും ഐസൊലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എടുക്കുന്ന ബാക്ടീരിയയുടെ ജീനസിന്റെ ആദ്യ ലെറ്റർ ആയിരിക്കും ആദ്യം കൊടുക്കുന്നത്. ഇപ്പൊ എക്കോ R1 E എന്ന് പറയുന്നത് എസ്കറേഷ്യ കോലി, എസ്കറേഷ്യ എന്ന ജീനസ് എന്നാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് E എന്ന ലെറ്റർ എടുത്തിരിക്കുന്നത്. And the second 2 letters come from the species of the prokaryotic cell from which they were isolated. എന്നാൽ 2ഉം 3ഉം സെക്കൻഡ് 2 ലെറ്റേഴ്സ്, രണ്ടാമത്തെ മൂന്നാമത്തെ ലെറ്റർ എടുത്തിരിക്കുന്നത് ഏത് പ്രോകാരിയോട്ടിക് സെല്ലിൽ നിന്നാണോ ഇത് ഈ എൻസൈം ഐസോലേറ്റ് ചെയ്ത അതായിരിക്കും സൂചിപ്പിക്കുന്നത്. നേരത്തെ പറഞ്ഞു എസ്കറേഷ്യ കോലി, അതിന് ഈ എസ്കറേഷ്യ എന്ന് പറയുന്നത് ജീനസ് നെയിമാണ്. അതിന്റെ ലെറ്റർ എടുത്തു കഴിഞ്ഞ് E എടുത്തു കഴിഞ്ഞു. കോലി എന്നുള്ളത് അതിന്റെ സ്പീഷീസ് നെയിമാണ്.
അപ്പൊ CO ആണ് എടുക്കുന്നത്. അതാണ് ECO എന്ന് വന്നത്. ഫോർത്ത് ലെറ്റർ R ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ നെയിം ഓഫ് സ്ട്രെയിൻ. ഇനി എസ്കറേഷ്യ കോലി ഒരു ബാക്ടീരിയ അല്ല, അതിന്റെ ഡിഫറന്റ് സ്ട്രെയിൻസ്, വകഭേദങ്ങളുണ്ട്. വകഭേദം ഇപ്പൊ എന്താണെന്ന് എല്ലാവർക്കും അറിയാം, കൊറോണയുടെ പല വകഭേദങ്ങൾ കേട്ടില്ല. അതുപോലെ എസ്കറേഷ്യ കോലിക്ക് പല വകഭേദങ്ങളുണ്ട്. അതിൽ ഒരു വകഭേദമാണ് RY13. ആ RY13നെയാണ് R കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പം ഫോർത്ത് ലെറ്റർ R ഉദ്ദേശിക്കുന്നത് അതിന്റെ സ്ട്രെയിൻ നെയിം ആയിരിക്കും, വകഭേദത്തിന്റെ നെയിം ആയിരിക്കും. ലാസ്റ്റ് ഒരു റോമൻ നമ്പർ ആയിരിക്കും, എക്കോ ആർ ഫസ്റ്റ്. ആ റോമൻ ഫസ്റ്റ് എന്നായിരിക്കും എഴുതിയിരിക്കുന്നത്. റോമൻ നമ്പർ ഫോളോയിങ് ദ നെയിംസ് ഇൻഡിക്കേറ്റ് ദ ഓർഡർ ഇൻ വിച്ച് ദ എൻസൈം വെയർ ഐസോലേറ്റ് ഫ്രം ദ സ്ട്രെയിൻ ഓഫ് ബാക്ടീരിയ. ആ സ്ട്രെയിൻ ഓഫ് ബാക്ടീരിയയിൽ നിന്നും ഏത് രീതിയിലാണ് ഐസോലേറ്റ് ചെയ്തത്, എത്രാമതാണ് ഐസോലേറ്റ് ചെയ്തത്, അതിന്റെ ഓർഡർ, ഐസൊലേറ്റിംഗ് ഓർഡർ ആണ് സൂചിപ്പിക്കുന്നത്. ഒന്നാമതാണെങ്കിൽ ഫസ്റ്റ്, രണ്ടാമതാണെങ്കിൽ സെക്കൻഡ് സൂചിപ്പിക്കും. ഇപ്പൊ എക്കോ ആർ ഫസ്റ്റ് RY13 ആദ്യം കണ്ടെത്തുക. എക്കോ R2 എന്ന് പറയുന്നത് R245 രണ്ടാമത് കണ്ടെത്തുക. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വന്നത്. ആദ്യത്തെ ലെറ്റർ വരുന്നത് ജീനസ് നെയിമിൽ നിന്ന്, സെക്കൻഡ് 2 ലെറ്റേഴ്സ് വരുന്നത് സ്പീഷീസ് നെയിമിൽ നിന്ന്, ഫോർത്ത് ലെറ്റർ സ്ട്രെയിൻ നെയിമിൽ നിന്ന്, ലാസ്റ്റ് റോമൻ നമ്പർ വരുന്നത് അതിന്റെ ഐസൊലേറ്റിംഗ് ഓർഡർ ആയിരിക്കും സൂചിപ്പിക്കുന്നത്. ഇനി എക്സാമ്പിൾ നോക്കാം. എക്കോ ആർ ഫസ്റ്റ് comes from Escherichia coli RY13 ഫസ്റ്റ് എൻഡോന്യൂക്ലിയസ് എന്നാണ് ആ ചുരുക്കെഴുത്തിന്റെ അർത്ഥം. E means Escherichia, CO means coli, R means RY13, ലാസ്റ്റ് റോമൻ നമ്പർ മീൻസ് ഫസ്റ്റ് എൻഡോന്യൂക്ലിയസ്. ഐസൊലേറ്റിംഗ് ഓർഡർ ആണ് സൂചിപ്പിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. The cutting of DNA at specific locations became possible with the discovery of restriction enzyme. അർത്ഥം മനസ്സിലായല്ലോ. Explain the method of naming these enzymes. അതായത് DNA കട്ട് ചെയ്യുന്നത് റെസ്ട്രിക്ഷൻ എൻസൈമിന്റെ കണ്ടുപിടുത്തത്തോടു കൂടിയാണ്. എങ്ങനെയാണ് റെസ്ട്രിക്ഷൻ എൻസൈംസിന് പേര് നൽകുന്നത്? അപ്പൊ ഈ മോളിൽ പറഞ്ഞ കാര്യങ്ങളാണ് എഴുതുന്നത്. പേര് നൽകുന്ന രീതി, സ്റ്റെപ്സ് ചോദിച്ചാൽ ഈ മോളിൽ പറഞ്ഞിരിക്കുന്ന 4 പോയിന്റ് അതുപോലെ എഴുതുക. എക്സ്പാൻഡ് എക്കോ R1 എന്ന് ചോദിച്ചാൽ എസ്കറേഷ്യ കോലി RY13 ഫസ്റ്റ് എൻഡോന്യൂക്ലിയസ് നിർബന്ധമായിട്ട് എഴുതുക. മനസ്സിലായോ? അപ്പൊ റൂള് ചോദിച്ചാൽ മുകളിലത്തെ 4 സെന്റൻസ് എഴുതുക. എക്സ്പാൻഷൻ ചോദിച്ചാൽ അങ്ങനെ എഴുതുക. അത് ക്വസ്റ്റ്യൻ മനസ്സിലാക്കി വേണം എഴുതാൻ. ഇനി ആദ്യമായിട്ട് കണ്ടെത്തിയ റെസ്ട്രിക്ഷൻസിന്റെ പേര് കണ്ടുപിടിക്കുന്നത്. ആദ്യമായിട്ട് കണ്ടെത്തിയ റെസ്ട്രിക്ഷൻസിന്റെ പേരാണ് HIND2. ടെസ്റ്റിൽ അതിന്റെ ഡീറ്റെയിൽസ് ഇല്ലെങ്കിലും ഒന്ന് ജസ്റ്റ് പറയാം. ഹീമോഫിലസ് ഇൻഫ്ലുവൻസയുടെ D സ്ട്രെയിനിൽ നിന്നും രണ്ടാമത് കണ്ടെത്തിയതാണ് ആദ്യമായിട്ട് സക്സസ് ആയ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. അതാണ് HIND2 എന്ന് പറയുന്നത്. HIND ഹീമോഫിലസ് ഇൻഫ്ലുവൻസ് എന്നാണ് കണ്ടെത്തിയത്. അത് ചോദിക്കില്ല, ഞാൻ അറിയാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. HIND2 അതാണ് ആദ്യമായിട്ട് കണ്ടെത്തിയ റെസ്ട്രിക്ഷൻ. സ്ഥിരം ചോദിക്കാറുണ്ട്. The first restriction endonuclease is dash HIND2. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. The restriction enzyme echo R first is isolated from the bacterium Escherichia coli. Which enzymes are known as molecular sieves? Restriction enzyme. What is the function of restriction endonuclease in recombinant DNA technology? Restriction enzyme function എന്താ? Cut the DNA into many fragments. അത് ഓപ്ഷൻ വായിച്ചാൽ ചില വ്യത്യാസങ്ങൾ കാണും. അത് ഓപ്ഷൻ വായിച്ചാൽ കട്ട് ദ DNA എന്ന് കാണും. അത് എഴുതിക്കുക. The first restriction endonuclease isolator ഏതാണ്? HIND2. Which of the enzyme remove the nucleotides from the ends of DNA? DNA എൻഡിൽ നിന്നും. ഇത് അന്ന് ഒരുപാട് കുട്ടികൾക്ക് തെറ്റുപറ്റിപ്പോയി. കാരണം കട്ട് ദ DNA എന്ന് മാത്രമേ കണ്ടുള്ളൂ, എൻഡ് എന്ന് കണ്ടില്ല. അതുകൊണ്ട് പലരും എൻഡോന്യൂക്ലിയസ് ആയിരിക്കും എഴുതിയത്. പക്ഷെ ആൻസർ എക്സോന്യൂക്ലിയസ് ആണ്. ആലോചിച്ച് എഴുതും. ഐഡന്റിഫൈ ദ പാലിഡ്രോമിക് സീക്വൻസ് ഫ്രം ദ ഫോളോയിങ്. തന്നിരിക്കുന്നതിൽ പാലിഡ്രോമിക് സീക്വൻസ് ഏതാണ്? ഒരുപാട് സീക്വൻസ് വന്നിട്ടുണ്ട്. പാലിഡ്രോമിക് സീക്വൻസ് എന്ന് പറയുമ്പോൾ 2 ഡയറക്ഷൻ വായിച്ചാൽ ഒരുപോലെ ഇരിക്കുക. അപ്പൊ ആദ്യത്തെ ഓപ്ഷൻ തന്നെയാണ് ആൻസർ, GATTC. വാട്ട് ആർ റെസ്ട്രിക്ഷൻ എൻസൈം? നെയിം എ റെസ്ട്രിക്ഷൻ എൻസൈം. എന്താണ് റെസ്ട്രിക്ഷൻ എൻസൈം? അതിനൊരു പേര് നൽകുക. അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ എൻസൈമിന്റെ ഒരു എക്സാമ്പിൾ എഴുതുക. റെസ്ട്രിക്ഷൻ എൻസൈം കട്ട് ദ DNA സ്പെസിഫിക് ലൊക്കേഷൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. എക്സാമ്പിൾ ചോദിച്ചാൽ HIND2 അല്ലെങ്കിൽ എക്കോ R ഫസ്റ്റോ എഴുതുക. Dash are the enzyme used for cutting the DNA molecule into fragments. An example for this type of enzyme is echo R first. What does echo R and 1 stands for? ഇവിടെ ഏത് എൻസൈം ആണ് DNA മോളിക്യൂളിനെ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്? ആ ഡാഷ് കൊടുത്തിരിക്കുന്ന ആൻസർ നമുക്ക് അറിയാം, റെസ്ട്രിക്ഷൻ എൻസൈം. എന്നാൽ അതിന്റെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത് എക്കോ R ഫസ്റ്റ് ആണ്. അത് ECO, എക്കോയും ആറും ഫസ്റ്റും എന്തിനെ സൂചിപ്പിക്കുന്നു? എക്കോ എന്തിനെ സൂചിപ്പിക്കുന്നു? എസ്കറേഷ്യ കോലി. R നേരത്തെ പറഞ്ഞ പോലെ സ്ട്രെയിന്റെ പേരാണ്, ഡിറൈവ്ഡ് ഫ്രം ദ നെയിം ഓഫ് സ്ട്രെയിൻ RY13. ഫസ്റ്റ്
അത് ഉദ്ദേശിക്കുന്ന ഐസൊലേറ്റിംഗ് ഓർഡർ ആണ് ദ ഓർഡർ ഇൻ വിച്ച് ദ എൻസൈം ഈസ് ഐസൊലേറ്റഡ് ഫ്രം ദ സ്ട്രെയിൻ ഓഫ് ബാക്ടീരിയ. Distinguish the activity of exonuclease and endonuclease, or what are the two kinds of nucleases enzyme, write their role in RNA technology. എക്സോന്യൂക്ലിയസിന്റെയും എൻഡോന്യൂക്ലിയസിന്റെയും ഡിഫറൻസ് ചോദിച്ചാലോ അല്ലെങ്കിൽ രണ്ടു തരം ന്യൂക്ലിയസ് എൻസൈം ഏതെന്ന് ചോദിച്ചാലോ അവയുടെ റോൾ എന്താണെന്ന് ചോദിച്ചാലോ ഈ പറഞ്ഞിരിക്കുന്ന ആൻസർ എഴുതുക. Exonucleases remove nucleotides from the ends of DNA. Endonucleases may cut at specific location within the DNA. ഡിഫറൻസ് ചോദിച്ചാൽ ഇങ്ങനെ എഴുതുക. രണ്ട് ടൈപ്പ് ന്യൂക്ലിയസിന്റെ പേര് ചോദിച്ചാലും ആദ്യം എഴുതേണ്ടത് എക്സോന്യൂക്ലിയസ് ആൻഡ് എൻഡോന്യൂക്ലിയസ് എഴുതുക. അതിന്റെ റോൾ ചോദിച്ചാൽ ഈ സെന്റൻസ് എഴുതുക. Given below is a DNA sequence. What is the type of DNA sequence called? തന്നിരിക്കുന്ന സീക്വൻസ് എന്താണ്? പാലൻഡ്രോമിക് സീക്വൻസ് ആണ്. പാലൻഡ്രോമിക് സീക്വൻസ്. Define the sequence. എന്താണ് പാലൻഡ്രോമിക് സീക്വൻസ് എഴുതുക. Palindrome sequence are the group of base pairs that form the same weights when read both forward and backward direction. Name the enzyme which can cut DNA strand by recognizing this sequence. ഈ തന്നിരിക്കുന്ന സീക്വൻസ് കട്ട് ചെയ്യാൻ കഴിയുന്ന എൻസൈമിന്റെ പേര് ചോദിച്ചാൽ GAATTC കട്ട് ചെയ്യാൻ ഒരു എൻസൈമിനെ പറ്റൂ, അത് എക്കോ ആർ ഫസ്റ്റ് ആയിരിക്കും. റെസ്ട്രിക്ഷൻ എൻസൈം എന്ന ചെറിയ ടോപ്പിക്കാണ് ഇന്ന് റിവിഷൻ ചെയ്തിരിക്കുന്നത്. ഇതിന്ന് ഒരുപാട് മാക്സിമം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. എല്ലാ ക്വസ്റ്റ്യനും എനിക്ക് ഉൾപ്പെടുത്താൻ കഴിയില്ല, കാരണം പലതും റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതിൽ ചെറിയ വ്യത്യാസമുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ബാക്കി എല്ലാം സെയിം ടൈപ്പ്, പല രീതിയിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടും മാച്ച് ദ ഫോളോയിങ് ആയിട്ടും പേര് തന്നിട്ട് പേര് എഴുതാൻ ചോദിക്കും. ഫോർ എക്സാമ്പിൾ റെസ്ട്രിക്ഷൻ എൻസൈം സെമിക്കോളൻ കട്ടിംഗ് ദ DNA ഡാഷ് സെമിക്കോളൻ ജോയിൻ ദ DNA അങ്ങനെയൊക്കെ തരും. അപ്പൊ അത് ക്വസ്റ്റ്യന്റെ പാറ്റേൺ മനസ്സിലാക്കി എഴുതാൻ ശ്രമിക്കുക. മാക്സിമം ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ഏരിയ ആണ്, എല്ലാവർക്കും അറിയാവുന്ന ഏരിയ ആയിരിക്കും. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.